സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ഈ ആഴ്ച ഒത്തിരി ന്യൂസ് അപ്ഡേറ്റ്സ് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് തീരുമാനിച്ചത്. ഈ ആഴ്ചത്തെ ഓൺലൈൻ തട്ടിപ്പുകൾ നമ്മൾ വാർത്തകളിൽ വായിച്ച ഒരുപാട് തട്ടിപ്പുകളുടെ ഒരു ശേഖരമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അഴിച്ചു വയ്ക്കുന്നത്. ഇതിനകത്ത് എല്ലാം തട്ടിപ്പാണ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കുറേ എണ്ണം തട്ടിപ്പാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത്? ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്, നിങ്ങളതിൽ പോയി തലവയ്ക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും അങ്ങനെയുള്ള നിക്ഷേപ തട്ടിപ്പുകളിൽ ചെന്നുപെട്ട് നമ്മുടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കിയ സമ്പാദ്യം കൊണ്ടുപോയി കളയരുത്. ഒരു ഒരു പ്രിക്കോഷൻ എന്ന രീതിയിലാണ് ഈ ന്യൂസുകൾ, ഈ വിവരങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്നവർ ഇനി ഒരാളും ഇത്തരം തട്ടിപ്പുകളിൽ പെടാതിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പം നോക്കാം എന്തൊക്കെയാണ് ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്നുള്ളത്. ഇത് നമ്മൾ കേട്ടതാണ്, ഞാൻ ഒരു ദിവസം നമ്മുടെ ന്യൂസിൽ പറഞ്ഞതാണ്. കണ്ണൂരിലുള്ള ഒരു ഡോക്ടറിന് 4.5 കോടി രൂപയോളം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു എന്നുള്ളത്. ഒരിക്കലും ഇത് അദ്ദേഹത്തിൻ്റെ ഒരു തെറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് അറിയുന്ന ആളാണ് എന്നാണ് ഈ വാർത്തകൾ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. മാധ്യമമാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. ഒരു 4 ദിവസം മുമ്പുള്ള കണ്ണൂർ ഡോക്ടർ എന്ന രീതിയിൽ സെർച്ച് ചെയ്ത ഈ ന്യൂസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ അദ്ദേഹത്തിന് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് അറിയുന്ന ആൾ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അറിയുന്നതാണ്. അദ്ദേഹത്തിന് എന്താ പറയുക, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഇങ്ങനെ ഒരു ഓഫർ കിട്ടുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് എന്താ പറയുക, സ്റ്റോക്കുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് നിർദ്ദേശങ്ങൾ വന്നു. അദ്ദേഹം ചെറിയ എമൗണ്ടിന് വാങ്ങിച്ചപ്പം സ്റ്റോക്കിൻ്റെ പ്രൈസ് ഭയങ്കരമായിട്ട് വർദ്ധിച്ച രീതിയിൽ മെസ്സേജുകൾ കിട്ടി. അദ്ദേഹം കൂടുതൽ പണം നിക്ഷേപിക്കുകയാണ് ചെയ്തത്. പിന്നീടാണ് മനസ്സിലായത് ഈ മെസ്സേജുകൾ, ഇത് പ്രൈസ് വർദ്ധിക്കുന്നതല്ലാതെ ഒരു കാലത്തും ഇത് പിൻവലിക്കാൻ പറ്റില്ല എന്ന തിരിച്ചറിവിലാണ് അദ്ദേഹം പിന്നീട് അത് പോലീസ് കേസിലേക്ക് പോയത്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വ്യാജ ആപ്ലിക്കേഷനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ചിലപ്പോൾ നിങ്ങളുടെ മുന്നിലെത്തുന്നത് ചിലപ്പം വളരെ ഫേമസ് ആയ ഏതെങ്കിലും ഒരു ബ്രോക്കറിൻ്റെ പേരിലുള്ള ഒരു ആപ്പായിരിക്കും നിങ്ങളുടെ മുന്നിലെത്തുന്നത്. അങ്ങനെ ഇപ്പോൾ സരോദയാണെങ്കിൽ അവർ ഓൾറെഡി ഒരു ഇൻഫർമേഷൻ, ഒരു ന്യൂസ് ഈ ഇടയ്ക്ക് പാസ് ചെയ്തിട്ടുണ്ടാകും. വ്യാജ ആപ്പുകൾ ശ്രദ്ധിക്കണം, ഒരിക്കലും അതിൽ പോയി തലവയ്ക്കരുത് എന്നൊക്കെ. കാരണം അവരുടെ പേരിലും ഇങ്ങനെ പല തട്ടിപ്പുകളും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ സംഭവിച്ചിരിക്കുന്നത് വ്യാജമായ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി അതിനകത്ത് എന്തൊക്കെയോ സ്റ്റോക്കുകൾ കാണിച്ചു. അദ്ദേഹം പണം നിക്ഷേപിക്കും, പണം അതിനകത്ത് അപ്ഡേറ്റ് ആവുന്നുണ്ട്, അദ്ദേഹം സ്റ്റോക്കുകൾ വാങ്ങിച്ച് അതിൻ്റെ പ്രൈസ് വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ വിഡ്രോവലിലേക്ക് എത്തുമ്പോഴാണ് തിരിച്ചറിഞ്ഞത് വെറുതെ ഒരു ആപ്പിനകത്തുള്ള നമ്പേഴ്സ് മാത്രമാണ്, പണമൊക്കെ ആരുടെയൊക്കെ കയ്യിലെത്തി എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ 4.5 കോടി നഷ്ടമായ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. കാരണം അദ്ദേഹത്തിന് തിരിച്ചറിവ്, കാരണം നമ്മളൊക്കെ ഇപ്പോൾ ഏത് പ്രമുഖ ബ്രോക്കറിൻ്റെ അക്കൗണ്ടുകൾ നമ്മളെടുത്ത് ട്രേഡ് ചെയ്യുന്നുണ്ട്, നമുക്കറിയില്ല അത് ശരിക്കുള്ളതാണോ എന്നുള്ളത്. പക്ഷേ നമ്മൾ പരമാവധി ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയോ ഒന്നും തന്നെ ആരും തന്നെ അക്കൗണ്ടുകൾ എടുക്കാതിരിക്കുക. പേഴ്സണലി കോൺടാക്ട് ചെയ്ത് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് നിക്ഷേപത്തിന് വരുന്നുണ്ടെങ്കിൽ അതിൽ എന്തോ തട്ടിപ്പുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയമാണിത്. പിന്നീട് നമുക്ക് നോക്കാനുള്ളത് ഇതേ രീതിയിൽ തന്നെയാണ് ഈ കേസും പോയിട്ടുള്ളത്. അദ്ദേഹം പോണ്ടിച്ചേരി, ഒരു പ്രശസ്തമായ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ പേര് ഞാൻ പറയുന്നത്, പോണ്ടിച്ചേരിയുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിരുന്നു അദ്ദേഹം. റിട്ടയർമെൻറ്റിൽ ഇപ്പം എന്താ പറയുക, വിശ്രമ ജീവിതം നയിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഇതേപോലെ വാട്സപ്പിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എന്നിൽ തുടങ്ങുന്ന ഒരു കമ്പനിയുടെ, ഒരു നിക്ഷേപ കമ്പനിയുടെ, വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണത്. അവരുടെ പ്രതിനിധി, അവരുടെ കൂട്ടായ്മയാണ് അതിൽ പ്രശസ്തരെ ആഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ ആഡ് ചെയ്തൊരു കൂട്ടായ്മ ഉണ്ടാക്കിയതാണ് എന്ന രീതിയിൽ ഇദ്ദേഹത്തെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ആ കൂട്ടായ്മയിൽ ഉൾപ്പെടുത്തുക. അതിനകത്ത് ഒരുപാട് ചർച്ചകൾക്കാണ് ഇദ്ദേഹത്തെ പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ട് ഇത്രയും വലിയ കമ്പനിയെല്ലാം നിക്ഷേപിച്ചുകൂടെ എന്ന രീതിയിൽ അദ്ദേഹത്തിന് ജൂൺ 18-ാം തീയതി അദ്ദേഹം പണം നൽകുകയും ചെയ്തു. അതോടുകൂടിയാണ് ഇത് തട്ടിപ്പായിരുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞത്. ജൂൺ 26-ന് അദ്ദേഹം പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ 2 കോടി രൂപയാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടുക എന്നുള്ളത് ഈ ഒരു കാര്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒന്ന്. നമ്മുടെ കോടതി നടപടികളെല്ലാം തീർന്ന് തിരിച്ച് ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴത്തേക്കും പല സമയവും കടന്നു പോയിട്ടുണ്ട്, വർഷങ്ങളെടുക്കും ചിലപ്പോൾ. ഇപ്പോൾ പരമാവധി ഇതിനകത്ത് പെടാതെ നോക്കുക എന്നുള്ളതാണ്. ഒരിക്കലും തന്നെ പെട്ട് കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് പോരാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്, അത് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് പൂർണ്ണമായും റിക്കവർ ചെയ്തിട്ട് നമുക്കത് ആ പണം തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇതുവരെയുള്ള എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇതിൻ്റെ ഓരോരോ സ്റ്റെപ്പിലൂടെ കടന്നു പോയി തിരിച്ചു വരുമ്പോഴത്തേനും അത് അവരൊക്കെ പല വഴിക്ക് രക്ഷപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളതാണ്. അടുത്തത് കൊല്ലത്ത് നിന്നുള്ള ഒരു, ഇത് എന്നെ നേരിട്ട് വിളിച്ച ഒരു മാഡമാണ്. അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ 5 വർഷമായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. അവരുടെ നഷ്ടം എന്ന് പറഞ്ഞാൽ 1,53,00,000 രൂപയാണ്.
അത്യാവശ്യം സാമ്പത്തികമായി നല്ല നിലയിലുള്ളതാണ്, നല്ല വരുമാനമുള്ള ഒരു സ്ത്രീയാണ്. പക്ഷേ ഇപ്പോൾ ജീവിക്കാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടാണ്. വീട്ടുകാരെ പോലും അറിയിക്കാതെ ഇത്രയും വലിയ ഒരു തുക നഷ്ടപ്പെടുത്തി. അതിനകത്ത് ഇപ്പോൾ അവർക്ക് ഒരുപാട് തന്നെ കടം വന്നിട്ടുണ്ട്. ഇപ്പോൾ കടം തീർക്കണം എന്നൊക്കെയുള്ളതാണ്. കാരണം ഏതൊരാളോടും ഞാൻ സാധാരണ പറയുന്ന ഒരു സംഭവമുണ്ട്, നിങ്ങൾക്ക് നഷ്ടമാണെങ്കിൽ അത് അവിടെ നിർത്തുക, ഇനി മുന്നോട്ട് കൊണ്ടുപോകരുത്. അവരോട് അത് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള ഒരു മാനസിക അവസ്ഥയിലല്ല അവരുള്ളത്. കാരണം ഇത് നിർത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ കടങ്ങൾ തീർക്കുക, എങ്ങനെയാണ്. നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ ലോസ് ആണെങ്കിൽ 1000, 10,000, ലക്ഷം അതിൻ്റെ മുകളിലോട്ട് നഷ്ടം കൊണ്ടുപോകരുത്. നഷ്ടം ലക്ഷങ്ങളുടെ മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് കോടികളുടെ ആസ്തി ഉണ്ടെങ്കിൽ, നിങ്ങളൊരു കോടിപതിയാണെങ്കിൽ നിങ്ങളൊരു ലക്ഷപ്രഭുവായി താഴോട്ട് വരികയാണ് ചെയ്യുക. ഒരിക്കലും ലക്ഷപ്രഭുക്കൾ നഷ്ടത്തിലൂടെ കോടിപതികളായിട്ടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ നഷ്ടം കാണുന്നുണ്ടെങ്കിൽ ഒരു 2-3 മാസം അല്ലെങ്കിൽ ഈവൻ ഒരു വർഷം നിങ്ങൾ ട്രേഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നഷ്ടമാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അവിടെ വെച്ച് നിർത്തുക, അതിനെ മുന്നോട്ട് കൊണ്ടുപോകരുത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ട്രേഡിങ്ങിലൂടെ കൃത്യമായിട്ട് നല്ല ക്വാളിറ്റിയുള്ള ആൾക്കാർക്കല്ലാതെ ട്രേഡിങ്ങിലൂടെ പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കില്ല. അതിന് സൈക്കോളജിക്കലി അത്രയും പവർഫുള്ളായിരിക്കണം. എന്ത് തന്നെ വന്നാലും കുലുങ്ങാത്ത ഒരു അത്രയും ഉറപ്പുള്ള ഒരു മനസ്സിൻ്റെ ഉടമയായിരിക്കണം. എങ്കിൽ മാത്രമേ സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രേഡർമാർക്ക് മാത്രമേ സ്വന്തമായി അനലൈസ് ചെയ്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ. ഇതിൽ സ്വന്തമായിട്ട് നമ്മൾ ഒരുപാട് പഠിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല. ഈ കാരണം സൈക്കോളജിയാണ് ട്രേഡിങ്ങിലെ വിജയം തീരുമാനിക്കുന്നത്. അവർക്ക് നഷ്ടപ്പെട്ടു പോയതും പോസിറ്റീവ് ഒരു മൈൻഡ് സെറ്റാണ് അവർക്ക് നഷ്ടപ്പെട്ടു പോയത്. അതുകൊണ്ട് തന്നെ ഇത്രയും നല്ല മനഃശക്തിയുള്ള ആൾക്കാരാണ് ട്രേഡിങ്ങിൽ വിജയിക്കാൻ സാധിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നഷ്ടമാണെങ്കിൽ പരമാവധി 1,00,000 രൂപയോ അത്രയൊക്കെ പോകുമ്പോൾ തന്നെ ഇതങ്ങോട്ട് നിർത്തിയിട്ട് നിങ്ങൾ നല്ലൊരു ഫിനാൻഷ്യൽ അഡ്വൈസറിൻ്റെ സഹായത്തോടു കൂടി മാത്രം മുന്നോട്ട് പോവുക. എപ്പോഴും സ്വന്തമായിട്ട് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറച്ചുകൂടെ സേഫാണ്. കംപ്ലീറ്റ്ലി സേഫാണ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടി സേഫാണ്. പക്ഷേ ട്രേഡിങ്, ഇൻട്രാഡേ ട്രേഡിങ്, എസ്പെഷ്യലി ഓപ്ഷൻസ്, കമ്മോഡിറ്റി എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ട്രേഡിങ്ങിലേക്ക് വരുമ്പം അല്ലെങ്കിൽ ക്വിക്കായിട്ട് പ്രോഫിറ്റ് എടുക്കുന്ന പരിപാടികളിൽ ക്വിക്കായിട്ട് ലോസ് ഉണ്ടാവാൻ 99% സാധ്യതയാണ്. അപ്പോൾ നിങ്ങളുടെ നല്ലൊരു അനലിസ്റ്റിൻ്റെ സഹായം ഇല്ലാതെ ഇത്തരം ട്രേഡുകൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരു ഒരു ഇൻഫർമേഷനായിട്ട് ഞാൻ എനിക്ക് എൻ്റെ ഫോൺ നമ്പർ പല സ്ഥലങ്ങളിൽ ഷെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട് വിളിച്ചിട്ട്. പക്ഷേ വലിയ നഷ്ടങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് പലർക്കും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു തട്ടിപ്പിൻ്റെ മറ്റൊരു മുഖമാണ് ഇത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ ആണ്, പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് അല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഒരാൾ കണ്ണൂരിൽ നിന്നുള്ള ഒരു എഞ്ചിനീയർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് ചെറുപ്പം തൊട്ട് ഒന്നിച്ച് പഠിച്ച്, അതായത് ഡിഗ്രി വരെയും ഒന്നിച്ച് പഠിച്ച ആൾക്കാർ, +2 വരെയും ഒന്നിച്ച് പഠിച്ച കൂട്ടുകാരൻ പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചിട്ട് പറയുകയാണ്, എൻ്റെ അക്കൗണ്ട് എന്തോ ഹാങ് ആയി കിടക്കുകയാണ്, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാശ് കളക്ട് ചെയ്യണം, ഞാൻ നിൻ്റെ അക്കൗണ്ട് വെച്ച് കളക്ട് ചെയ്തോട്ടോ എന്ന് ചോദിക്കുകയാണ്. ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നൽകി. അതിനകത്തേക്ക് കുറച്ച് കാശ് എന്തോ വന്നു. അദ്ദേഹം അപ്പോൾ തന്നെ എടുത്തു കൊടുക്കുകയും ചെയ്തു. പിന്നീട് ഈ പറയുന്ന സുഹൃത്ത് ഗൾഫിലേക്ക് പോയി, അതായത് ഈ എഞ്ചിനീയർ ഗൾഫിലേക്ക് പോയി. പിന്നീട് പലതവണ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം വീട്ടിൽ വിളിച്ചു പറഞ്ഞ് അവിടെ നിന്ന് പല രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഈ പണമെല്ലാം തന്നെ സുഹൃത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. പലപ്പോഴും, അതായത് മെജോറിറ്റി ഓഫ് എമൗണ്ട്, കൂടുതൽ സംഖ്യയും ഇദ്ദേഹം ക്യാഷായിട്ട് ATM വഴി എടുത്തു കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ കുറച്ച് എമൗണ്ട് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരൊറ്റ ഇതിൻ്റെ മുകളിൽ മാത്രമാണ് ഇപ്പോഴും ജയിലിലാകാതെ ഈ ഒരു എഞ്ചിനീയർ ജീവിച്ചു പോകുന്നത്. കാരണം അദ്ദേഹത്തിന് ഈ ഒരു പരിപാടി അറിയില്ലായിരുന്നു. ഇദ്ദേഹം ഒരു ഓൺലൈൻ ഫ്രോഡ് പരിപാടിയാണ് ചെയ്യുന്നത്. നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള പല ട്രാവൽ കൺസൾട്ടൻറ്റിൻ്റെയും അഡ്രസ്സുകളിൽ പല ട്രാവൽ പാക്കേജുകളും പറഞ്ഞിട്ട് ഇദ്ദേഹം പണം ഈ എഞ്ചിനീയറിൻ്റെ അക്കൗണ്ട് വഴി വാങ്ങിച്ചെടുക്കുകയായിരുന്നു. പിന്നീട് ഈ ട്രാവൽ ബുക്കിംഗ് ചെയ്ത, ഹോട്ടൽ ബുക്കിംഗ് ഒക്കെ ചെയ്ത ആൾക്കാർ ഇവരെ കോൺടാക്ട് ചെയ്യുമ്പോഴത്തേനും അത് ഫ്രോഡ് പരിപാടിയായിരുന്നു എന്നറിയും. അങ്ങനെ ഗുജറാത്തിലാണ് ഈ കേസ് ഫയൽ ചെയ്ത്, ഗുജറാത്ത് പോലീസാണ് ഈ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെ 12 ലക്ഷം രൂപയോ എന്തോ നഷ്ടപ്പെട്ട ഒരു തുക തിരിച്ചു കൊടുക്കാൻ ഇദ്ദേഹം ബാധ്യസ്ഥനായ. കേസ് സ്ട്രിക്റ്റ് ആയതോടുകൂടി പ്രവാസിയായിരുന്ന ആ എഞ്ചിനീയർ അദ്ദേഹത്തിൻ്റെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് നാട്ടിൽ വന്ന് ഇപ്പോൾ തേരാപ്പാര നടക്കുകയാണ്. ഈ
കേസ് എങ്ങനെയാണ് തീർക്കേണ്ടത് എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ അക്കൗണ്ട് ഒരിക്കലും മറ്റൊരാൾക്ക്, അത് എന്ത് തന്നെ ആവശ്യത്തിന് ഒരു പ്രാവശ്യമൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്, പക്ഷേ നിങ്ങളറിയാതെ വീണ്ടും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യണം. ഒരിക്കലും ഇത് വീണ്ടും ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇത് പ്രധാനമായിട്ടും സംഭവിക്കുന്നത് പ്രത്യേകിച്ച് ഡ്രഗിൻ്റെ ട്രേഡ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഡ്രഗിൻ്റെ ബിസിനസ്സിലൊക്കെ തന്നെ നേരിട്ട് ഇവർക്ക് ഡീലേഴ്സിന് പണം വാങ്ങാൻ പറ്റാതെ അവർ പലരുടെ അക്കൗണ്ടിലൂടെയാണ് വാങ്ങിക്കാറുള്ളത്. സോ പ്രത്യേകിച്ച് ടീനേജേഴ്സിൻ്റെ അക്കൗണ്ട് സ്റ്റുഡൻ്റ് അക്കൗണ്ട് ആയിരിക്കും, പക്ഷേ 10, 18, 23 വയസ്സിൻ്റെ ഇടയിലുള്ള മക്കളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പ്രത്യേകം നിങ്ങളുടെ മക്കളുടെ അക്കൗണ്ട് മോണിറ്റർ ചെയ്യുക. സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ മാസവും സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് എത്ര രൂപ വന്നിട്ടുണ്ട് എന്നുള്ളത് സ്ട്രിക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങളുടെ മക്കളൊക്കെ തന്നെ ഇതേപോലെ കേസുകളിൽ പെട്ടുപോകും. ഇദ്ദേഹം ഒന്നും അറിയാതെ കരഞ്ഞുകൊണ്ടാണ് എന്നോട് ഈ കഥ പറഞ്ഞത്. എറണാകുളത്താണ് അദ്ദേഹത്തെ ഞാൻ മീറ്റ് ചെയ്തത്. ഭയങ്കരമായിട്ടുള്ളൊരു അനുഭവമാണ്. ഗുജറാത്തിൽ പോയിട്ട് ഈ കേസ് സെറ്റിൽ ചെയ്യണമെങ്കിൽ 12 ലക്ഷം രൂപയോളം പണത്തിൻ്റെ മാത്രമല്ല, അദ്ദേഹത്തിന് ഗൾഫിലുണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു, പല കാര്യങ്ങളും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഗുജറാത്ത് പോലീസ് അന്വേഷിച്ചു വന്നു. അതോടുകൂടി ഇദ്ദേഹം വലിയൊരു തട്ടിപ്പുകാരനാണ് എന്ന രീതിയിൽ നാട്ടിലൊക്കെ പ്രചരിച്ചു. ഇതൊക്കെ പ്രശ്നങ്ങൾ തന്നെയാണ്. അതേപോലെ കാസർഗോഡ് ജില്ലയുടെ ഒരു ചെറിയ ഗ്രാമത്തിൽ 40 ലക്ഷം രൂപയുടെ ഒരു ഫ്രോഡ് ബിസിനസ്, ഒരു ഫ്രോഡ് ഇൻവെസ്റ്റ്മെൻറ്റ് തട്ടിപ്പ് നടത്തിയതാണ് അടുത്തത്. വളരെ ഖേദകരമായ, വളരെയധികം വിഷമം വരുന്ന ഒരു തട്ടിപ്പാണിത്. കാരണം സാധാരണക്കാരായ ഡെയിലി ഒരു 800-900 രൂപയ്ക്ക് ജോലി ചെയ്ത് കൂലി വാങ്ങുന്ന ആൾക്കാരിൽ നിന്നാണ് ഈ ഒരു പണം തട്ടിയിട്ടുള്ളത്. അതായത് ആക്രികൾ കളക്ട് ചെയ്ത് അത് മൊത്തത്തിൽ മറിച്ചു കൊടുക്കുമ്പോൾ വലിയ ബിസിനസ്സിൽ വലിയ ലാഭമുണ്ടാകും എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ച് അതിനകത്ത് ചെറിയ ആൾക്കാരെ കൊണ്ട് 10,000, 5,000, 4,000 ഒക്കെ ആയിട്ട് കുറേ തുക നിക്ഷേപിപ്പിച്ചു. അതിനുശേഷം 2 മാസത്തോളം കൃത്യമായിട്ട് എല്ലാ 1-ാം തീയതിയും 10,000 രൂപ നിക്ഷേപിച്ചവർക്ക് 1000 രൂപയും കണ്ട് വെച്ച് എല്ലാം 2 മാസം ഇവർ കൃത്യമായി കൊടുക്കും. ഇത് കണ്ടതോടുകൂടി ഗ്രാമങ്ങളാകുമ്പോൾ നാട്ടുകാർ പരസ്പരം സംസാരിക്കുമ്പോൾ ഇതൊക്കെ അറിയും. അതിൽ പണക്കാരായിട്ടും ഗൾഫുകാരൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ വലിയ എമൗണ്ട് കൊടുത്തു. അങ്ങനെ 3-ാമത്തെ മാസം ഈ റിട്ടേൺ കൊടുക്കുന്നതിന് തൊട്ട് മുൻപ് തൻ്റെ മകളുടെ വിവാഹമാണ് എന്നും പറഞ്ഞ് ഇദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് പോയതാണ്. ഇന്ന് വരെയും തിരിച്ചു വന്നിട്ടില്ല. ഏകദേശം പുറത്ത് പറഞ്ഞവരുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ 40 ലക്ഷം രൂപയോളമുണ്ട്. പക്ഷേ പറയാത്ത ഒരുപാട് പേരുണ്ട്. കാരണം വീട്ടമ്മമാർ ഭർത്താവ് പോലും അറിയാതെ, പ്രവാസികളുടെ ഭാര്യമാർ അവരുടെ ഭർത്താവ് പോലും അറിയാതെ സ്വർണം ബാങ്കിൽ പ്ലെഡ്ജ് ചെയ്തിട്ടൊക്കെ പണം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് അവരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പല രീതിയിലുള്ള തട്ടിപ്പുകളും ഈ നാട്ടിൽ. ഇതിപ്പോൾ ഈ ഒരാഴ്ചയിൽ അറിഞ്ഞ ഒരു 5 കേസുകളാണ് ഞാൻ. ഇതിൽ ഒരെണ്ണം ഉറപ്പായിട്ടും അത് തട്ടിപ്പല്ല, അറിവില്ലായ്മ കൊണ്ട്, അല്ലെങ്കിൽ പഠിക്കാതെ നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാലുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അതിലൂടെ ഞാൻ പറഞ്ഞു. ബാക്കിയെല്ലാം തന്നെ തട്ടിപ്പിൻ്റെ കഥകളാണ് ഇവിടെ കാണിച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കൂടെയുള്ളവർ അറിയിച്ചു കൊടുക്കുക. ഇത്തരം തട്ടിപ്പുകൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്, അതിലൊന്നും ചെന്ന് പെടരുത്. അക്കൗണ്ടിൻ്റെതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത്. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല നമ്മളെ കൂടെയുള്ള ഒരാൾ പെട്ടെന്ന് എനിക്കൊരു 10,000 രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യണം, എൻ്റെ അക്കൗണ്ട് ഫ്രീസായി കിടക്കുകയാണ്, അല്ലെങ്കിൽ ഇൻകം ടാക്സിൻ്റെ പ്രശ്നമുണ്ട്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് ആ അക്കൗണ്ടിലൂടെ പണം കൈമാറ്റം ചെയ്യാവോ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും അതിന് നിന്ന് കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഈ കൈമാറ്റം ചെയ്ത പണത്തിന് സമാധാനം പറയേണ്ടത് നിങ്ങളായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്കതൊരു പക്ഷേ ഒരു ക്രിമിനൽ കേസായിട്ട് നിങ്ങൾ ജയിലിൽ കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പണ്ട് കാലത്ത് നന്മ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു പുണ്യം തന്നെയായിരുന്നു. ഇന്ന് നന്മ എന്നുള്ളത് ഫ്രോഡുകളുടെ ഏറ്റവും വലിയൊരു ഉപകരണമാണ്. മറ്റുള്ളവരുടെ നന്മ ദുരുപയോഗം ചെയ്താണ് ഫ്രോഡുകൾ അല്ലെങ്കിൽ തട്ടിപ്പുകാർ ഇന്ന് ഈ ലോകത്ത് ജീവിക്കുന്നത്. സോ എല്ലാവരും കെയർഫുള്ളാവുക, ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഇത് ഒരു അവയർനെസ് വീഡിയോ ആണ്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.